SIR വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് വഴങ്ങിയെങ്കിലും പാർലമെന്റിൽ ലേബർ കോഡ് വിഷയത്തിൽ ഉൾപ്പെടെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം തീരുമാനിക്കുന്നു. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ രാവിലെ ഇന്ത്യ സഖ്യ യോഗം ഡൽഹി ചേരുകയാണ്. ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് എക്സൈസ് നിയമ ഭേദഗതി ബില്ലും അവതരിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയ മോർണിംഗ് ഷോയിൽ വരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, ഡൽഹിയിലെ പൊല്യൂഷൻ എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് പറയാം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് SKN. ഡൽഹിയിൽ മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്ന റിപ്പോർട്ടുകൾ മലിനീകരണ നിരക്ക് ഡൽഹിയിൽ 39 സ്റ്റേഷനുകളിൽ പകുതിയിലേറെ 400-ന് മുകളിലാണ് വായു ഗുണപാല നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച. ഇപ്പോൾ GRAP 2 മാനദണ്ഡങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു പുനരാലോചന ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾക്ക് വലിയ തോതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആശുപത്രികളിലെ കണക്കുകളും അത് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 2 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരു സഭകളും സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ വൈകിട്ട് ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി സമിതി യോഗം ചേരുകയും ഈ SIR സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചയ്ക്ക് തീരുമാനമെടുക്കുകയും ചെയ്തത്. അടുത്ത ചൊവ്വാഴ്ച 10 മണിക്കൂർ ചർച്ചയാകും SIR-ൽ ഉണ്ടാകുക. രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ചർച്ചകൾക്ക് തുടക്കമിടും. അതേസമയം ഈ ചർച്ചകൾക്ക് നിയമമന്ത്രി അർജുൻ സിംഗ് മേഘ്വാൾ ആയിരിക്കും മറുപടി നൽകുക. തിങ്കളാഴ്ച വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം സംബന്ധിച്ചുള്ള പ്രത്യേക ചർച്ചകൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ SIR സംബന്ധിച്ച് തടസ്സപ്പെട്ട സഭാ നടപടികൾ ഇന്ന് പ്രതിപക്ഷം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വമുണ്ട്. അതേസമയം മറ്റു വിഷയങ്ങൾ, നിരവധി വിഷയങ്ങൾ, അതിൽ ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട്. ഈ വിഷയത്തിൽ പ്രതിഷേധം തുടരാൻ ഈ പ്രതിപക്ഷത്തിലെ ചില പാർട്ടികൾക്ക്, ഇടതു പാർട്ടികൾക്ക് ഉൾപ്പെടെ അഭിപ്രായമുണ്ട് എങ്കിൽ പോലും ഇക്കാര്യത്തിലെ അന്തിമ തീരുമാനം ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ ചേരുന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലായിരിക്കും ഉണ്ടാവുക. പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത എന്നാണ് പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട ചില പാർട്ടികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇന്ന് ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര എക്സൈസ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നുണ്ട്. രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ ഇന്ന് മണിപ്പൂർ GST ബില്ലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.